എല്ലാ സൺഡേയിലും എല്ലായിടത്തും ലൈവിൽ ആരാധനയും സ്തുതിപ്പും ഒക്കെയുണ്ട്. എല്ലാ ചർച്ചുകളിലും പ്രെയർ നടക്കുന്നുണ്ട്. പക്ഷേ എത്ര പേര് ആരാധന എന്താണെന്ന് അറിയുന്നവരുണ്ട്? യഥാർത്ഥമായ ആരാധന എന്താണ്? നിൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന നന്ദി കരയറ്റുന്നതാണ്, അവനെ സ്തുതിക്കുന്നതാണ്. എല്ലാ ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ എന്നാണ് 150:6 പറയുന്നത്. ഉടനീളത്തിൽ പറയുന്നു എൻ്റെ ഞാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധമാണ് അവിടെ നോക്കുന്നത്. ഇതൊന്നും അറിയാതെ ഇന്ന് ഞാൻ കണ്ട 20,000-ൽ പരം ആളുകളോട് ഞാൻ സംസാരിച്ചു, ഇടപെട്ടു. അവരൊക്കെ അറിയിച്ചത് ഇവരാലൊക്കെയും വീണുപോയതും ട്രാപ്പിൽ പെട്ടുപോയതും ഇവർക്കൊന്നും ദൈവവുമായിട്ടൊരു റിലേഷൻഷിപ്പില്ല. ഞാനിവിടെ ഇതിനെ ഒന്ന് ബ്രേക്ക് ചെയ്യാനൊന്നും വന്ന ആളല്ല. ഞാൻ ഈ സത്യം നിങ്ങളെ അറിയിക്കാനാണ്. യഥാർത്ഥമായ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മളിങ്ങനെ എസെക്കിയേൽ 34 പ്രകാരം ഓടാനല്ല. പരിജ്ഞാനത്തോടുകൂടി എല്ലാവരും ശുശ്രൂഷ ചെയ്യണം. നിങ്ങളുടെ ഭവനങ്ങളിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ദൈവം ബിൽഡിങ്ങുകളെ ബ്രേക്ക് ചെയ്യാൻ പോവാണ്. അതിനി ടിനു ജോർജ് ആയാലും ഇനി എം എ വർഗീസ് ആയാലും പേരുകൾ ഞാൻ പറഞ്ഞതിൽ ക്ഷമിക്കണം. ബിൽഡിങ്ങുകൾ പണിയാനായിട്ട് നമ്മൾ ഓടുകയാണ്. അത് ലോകം മുഴുവനും എല്ലാവരും, അവരെ കുറ്റം പറയുകയല്ല, എക്സാമ്പിൾ പറഞ്ഞാണ്. നമ്മൾ മലയാളികളാകുമ്പോൾ നമ്മൾ അറിയുന്ന ഈ ബിൽഡിങ് പണിയാനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇവരാണല്ലോ. അപ്പോൾ അവരുടെ സഭയിലുള്ളവരെയെല്ലാം ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് ബിൽഡിങ്ങിൻ്റെ പണിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കുകയാണ്. സോ അങ്ങനൊരു പ്രാർത്ഥന ദൈവം പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ഇതിന് ആർക്കും എഗെയിൻസ്റ്റ് അല്ല. പക്ഷെ എൻ്റെ അപ്പൻ്റെ ആലയം പ്രാർത്ഥനാലയമാണ്. ദൈവം ആഗ്രഹിക്കുന്ന എല്ലാ മണവാട്ടികളും ഒരുങ്ങണം അവൻ്റെ പ്രാണപ്രിയന് വേണ്ടി. കമ്മ്യൂണിയൻ കൊടുക്കുമ്പോൾ ശരീരത്തെ വിവേചിക്കാനെന്ന് പറഞ്ഞത് എല്ലാവരും അവരവരുടെ ശരീരത്തെ വിവേചിക്കാനാണ്. നമ്മൾ ശരിയാണ്, അതിൻ്റെ മുകളിലൊരു വാക്യമുണ്ട്, അത് ചെയ്യണം. അത് കഴിഞ്ഞാൽ ശരീരം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ശരീരത്തെ വിവേചിക്കുക. അവൻ പറഞ്ഞത് നമ്മൾ ചെയ്യുന്നുണ്ടോ? അതിനെക്കുറിച്ചൊരു അവബോധം, സുബോധം ഈ ബൈബിൾ കോളേജുകളിലും പാസ്റ്റേഴ്സ് കൊടുക്കുന്നുണ്ടോ? നിങ്ങൾ 5 ഫോൾഡ് മിനിസ്ട്രിയിലെ പാസ്റ്റർ ആണെങ്കിൽ 5 ഫോൾഡ് മിനിസ്ട്രിയിലുള്ള ദേവദാസന്മാരും ആ കോളിങ്ങിലുള്ളവരും അടുത്ത ജനറേഷനെ വാർത്തെടുക്കേണ്ട ജോലിയാണ് നിങ്ങളുടേത്. സാധാരണ നിങ്ങളൊരു ദേവദാസനായിട്ടിരിക്കുകയാണോ, അതോ 5 ഫോൾഡ് മിനിസ്ട്രിയിലെ ദേവദാസനാണോ? നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ജനത്തെ ഒരുക്കുന്നുണ്ടോ അന്ത്യകാലത്തിന് വേണ്ടി? പിതാവുമായിട്ട് അവർക്ക് കണക്ഷനുണ്ടോ? അതോ അവർ നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പറയുകയാണോ? ഇത്യാദി കാര്യങ്ങളൊന്ന് നിങ്ങൾ നോക്കിയാൽ നല്ലതായിരിക്കും. കാരണം ലോകം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ചാർലി ക്രിക്ക് മരിച്ചതുകൊണ്ട് ഒരുവൻ്റെ മരണത്തിലൂടെ അനേക ഗേകളെയും അങ്ങനെയുള്ളവരെയൊക്കെ ദൈവത്തിന് എഴുന്നേൽപ്പിക്കാൻ പറ്റും. അവൻ്റെ മരണം ഒരു മരണമല്ല. ഇതുപോലെ റാണിയെയും ക്രൂശിക്കും ആളുകൾ, പക്ഷേ അതൊരു മരണമല്ല. അതിലൂടെ അനേകർ ജീവനിലേക്ക് വരികയാണ്. കേരളത്തിലുള്ള ദേവദാസന്മാർ, നിങ്ങൾ ഫേമസും ടിപ് ടോപ്പും നിങ്ങളുടെ കമ്മ്യൂണിറ്റി, നിങ്ങളുടെ ആൾക്കൂട്ടം ഒന്നും അല്ല ദൈവത്തിന് ആവശ്യം. പിതാവിനോട് ചേർന്നിരുന്നുകൊണ്ട് പിതാവിന് പ്രവർത്തിക്കാൻ നിങ്ങളെ അവൈലബിൾ ആക്കുക. ഗലാത്യലേഖനം 2:20 നിങ്ങളുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലാണോ? നിങ്ങൾ മരിച്ചുവോ? ക്രിസ്തു നിങ്ങളിൽ ജീവിക്കുന്നു. ഞാനും ഒരു പാസ്റ്ററാണ്. എൻ്റെ അകത്തും പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനുള്ളൊരു വ്യഗ്രതയാണ്, ജനത്തെ ഒരുക്കുവാനുള്ള. അതാണ്